ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പുതിയ പുതിയ റെക്കോർഡുകൾ തകർക്കപ്പെടുകയാണ്. ഇവിടെ ലക്കി ഭാസ്കർ ഏറെ വ്യത്യസ്തമാകുന്നത് റെക്കോർഡുകൾ തൂക്കുമ്പോൾ ഇങ്ങനെ വേണം എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, ലക്കി ഭാസ്കർ OTTയിൽ ഇറങ്ങിയിട്ട് 3-4 ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ട്രെൻഡിങ്ങിലാണ്. നമുക്കറിയാം, വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സുകളിൽ തന്നെയാണുള്ളത്. കേരളത്തിലും പുറത്തുമൊക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വിശ്വാസം. അവർ തന്നെ പുറത്ത് വിടുന്നു. അതായത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 7000-ഓളം ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നത്. ഇന്ന് 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും പുറത്ത് വന്നിരിക്കുന്നു. എന്താണ് ആ ഒരു കാര്യം നമുക്ക് വായിച്ചെടുക്കാം. ലക്കി ഭാസ്കർ എ റെയർ അച്ചീവ്മെൻറ്റ്. Lucky Bhaskar was released on Netflix 3 days ago and yet the film is still trending on Book My Show daily ticket sale trend with 7,000 ticket sales every day. അതായത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഒരു സിനിമയുടെ ടിക്കറ്റ് വിറ്റ് പോകുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം OTTയിലേക്ക് വന്നാൽ പിന്നെ, അല്ലെങ്കിൽ OTTയിലേക്ക് റിലീസ് ചെയ്യുന്നു എന്ന് കേട്ടാൽ തന്നെ ജനങ്ങൾ പിന്നീട് തിയേറ്ററിലേക്ക് പോകാത്ത ഈ ഒരു സിനിമ OTTയിൽ വന്നതിന് ശേഷം തിയേറ്ററുകളിലേക്ക് നല്ല ലെവലിൽ ആൾ കയറുന്നു എന്നുള്ളതാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഇൻഫാക്ട് തിയേറ്ററിക്കൽ ടിക്കറ്റ് സെയിൽ ഇൻക്രീസ്ഡ് ഫോർ ദ ഫിലിം ആഫ്റ്റർ ദ ഫിലിംസ് ഡിജിറ്റൽ റിലീസ് ഓൺ നെറ്റ്ഫ്ലിക്സ്, എ വെരി റെയർ അച്ചീവ്മെൻറ്റ് ഇൻഡീഡ്. ഇത് തന്നെയാണ്, അതായത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതിന് ശേഷം തിയേറ്ററിലേക്ക് ആളുകൾ ഒരുപാട് വരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതൊരു റെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരും പറയുന്നത്. അതായത് ഇതിനോടൊപ്പം തന്നെ 125-130 കോടിക്കടുത്താണ് സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എപ്പോൾ നല്ല ലെവലിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് പോകുന്നത്. സിനിമയുടെ പോക്ക് കണ്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം 50 ദിവസത്തിന് മുകളിൽ തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടാകും. കാരണം നല്ല ലെവലിൽ ഒരു സിനിമ ഓടുമ്പോൾ അവിടെ നല്ല കളക്ഷൻ വരുമ്പോൾ അത് തിയേറ്ററുകാർക്ക് വലിയ മികവ് തന്നെയാണ്. പുഷ്പ എന്ന സിനിമ ഇറങ്ങുന്നത് മാത്രമാണ് ഇതിനൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാനുള്ളത്. ഒരുപക്ഷെ മുഴുവൻ തിയേറ്റർ ചാർട്ട് ചെയ്ത് പോയാൽ, ഒരുപക്ഷെ അത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും 1-2 ദിവസങ്ങൾക്ക് ശേഷം ലക്കി ഭാസ്കർ മടങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴും 30-40% ഒക്യുപ്പൻസിയിൽ തിയേറ്ററുകളിൽ ആളുകൾ കയറുമ്പോൾ അതൊരു മികച്ച കാര്യം തന്നെയാണ്. ഏകദേശം എല്ലാ ദിവസവും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ടിക്കറ്റ് വിറ്റ് പോകുന്നു, അല്ലെങ്കിൽ അത്രത്തോളം കാശ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആവറേജ് 160 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ ചെയ്യുമ്പോൾ 160 അല്ല, അതിന് മുകളിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപ വെച്ചിട്ട് സിനിമയ്ക്ക് ഡെയിലി കളക്ഷൻ പോകുമ്പോൾ അത് നല്ലൊരു മികവാണ്. 10 ദിവസം കൊണ്ട് 1 കോടി കിട്ടും എന്നുള്ളതാണ്. അതായത് പ്രൊഡ്യൂസറിന് ഒരു 50 ലക്ഷം രൂപ കയ്യിലേക്ക് വരും. അതായത് വെറുതെ ഒരു സിനിമ ഓടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതും അതിൻ്റെ ബിസിനസ് OTTയിൽ കഴിഞ്ഞിട്ടും. എന്തായാലും ലക്കി ഭാസ്കർ ലക്ക് ഉണ്ടാക്കുന്ന ചിത്രം തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറിനും അതേപോലെ തന്നെ നായകനും അതിൽ അഭിനയിച്ച ആളുകൾക്കും അണിയറ പ്രവർത്തകർക്കുമെല്ലാം. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. അതല്ല OTTയിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും പങ്കുവെക്കാം. ഗ്രേറ്റ് മീഡിയാസ്.